ഇന്നലെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറുകയാണ്. മറ്റൊന്നുമല്ല, ഒപെക് എന്ന ഓർഗനൈസേഷനുണ്ട്. ലോകമെമ്പാടുമുള്ള പെട്രോളിയം വിതരണ ശൃംഖലകൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒപെക്കാണ്. സൗദി അറേബ്യ ആയിരുന്നു ഒപെക്കിൻ്റെ തലവൻ. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഇതിലെ അംഗത്വം ഉപേക്ഷിക്കുന്നതായി ഇപ്പോൾ UAE പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റഷ്യ ഉൾപ്പെടെയുള്ള ഒപെക് ഇതര എണ്ണ കയറ്റുമതി രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒപെക് പ്ലസിലെ അംഗത്വവും UAE ഉപേക്ഷിച്ചു. അതായത് മെയ് 1 മുതൽ ഈ തീരുമാനത്തിലേക്ക് UAE പോകുമ്പോൾ എണ്ണ വ്യാപാരത്തിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുക എന്ന നിലയിലേക്ക് UAE മാറുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകക്രമത്തിൽ ലോകത്തിലെ എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന തീരുമാനമായി തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തങ്ങളുടെ ദേശീയ താൽപ്പര്യം വിലയിരുത്തിയാകും ഉൽപ്പാദന നയവും ഉൽപ്പാദന ശേഷിയും വിതരണവും തീരുമാനിക്കുക എന്നാണ് UAEയുടെ ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇതിന് പ്രധാന കാരണമായത് പശ്ചിമേഷ്യയിലെ ഇറാൻ്റെ ഇടപെടലുകളെ തുടർന്നുള്ള സംഘർഷവും ആഗോള എണ്ണ വിതരണത്തിലെ ഇപ്പോഴുള്ള പ്രതിസന്ധിയും മറ്റുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ ഒപെക്കിൻ്റെ ഏകോപനമടക്കം ഈ വിഷയത്തിൽ ദുർബലപ്പെട്ടു എന്നുള്ള ആക്ഷേപത്തോടു കൂടിയാണ് ഒപെക്കിൽ നിന്ന് പിന്മാറാനായി ഇപ്പോൾ UAE തീരുമാനിച്ചിരിക്കുന്നത്. 1967 UAE ഒപെക്കിൽ വരുന്നത്. സൗദി അറേബ്യയും ഇറാഖും കഴിഞ്ഞാൽ ഒപെക്കിലെ ഏറ്റവും വലിയ ഉൽപ്പാദക കയറ്റുമതി രാജ്യം കൂടിയാണ് UAE എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമായും UAE ഇത്തരത്തിൽ പിൻവാങ്ങുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾ എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു വിലയിരുത്തലിലേക്കും മറ്റു പോകണം. അതിൽ 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ഒരു ബന്ധമാണ് ഒപെക്കുമായി ബന്ധപ്പെട്ട് UAEക്ക് ഉള്ളത്. അത് എണ്ണ വിതരണ രംഗത്ത് എന്ത് മാറ്റമുണ്ടാക്കും എന്നുള്ള ചോദ്യം ലോകരാജ്യങ്ങളിൽ ഉയരുന്നുണ്ട്. എന്താണ് എണ്ണ വിതരണ രംഗത്ത് സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഊർജ്ജ വിപണിയെയും ഗൾഫ് രാഷ്ട്രീയത്തേതും ഇത് പിടിച്ചുലയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സൗദി അറേബ്യക്കടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാകിസ്ഥാൻ സൗദി അറേബ്യ അച്ചുതണ്ടിനെതിരെ UAE പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്ന സാഹചര്യം നിർണായകമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആക്രമണം ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന രാജ്യമാണ് UAE എന്നുള്ളത്. അവരുടെ പല എണ്ണ സംഭരണശാലകൾക്ക് നേരെയും ഒപ്പം അവരുടെ നേവൽ ബേസുകൾക്ക് നേരെയും ഒക്കെയുള്ള ആക്രമണം സ്വൈരജീവിതം വല്ലാതെ തടസ്സപ്പെട്ടു, എണ്ണ വിതരണത്തെ വല്ലാതെ ബാധിച്ചു. അതൊക്കെ വലിയ തോതിലുള്ള കാരണമായി അവർ കാണുന്നുണ്ട്. ഇറാൻ ആക്രമിച്ചപ്പോൾ സൗദിയും പാകിസ്ഥാനും മൗനം പാലിച്ചു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇറാനുമായി പാകിസ്ഥാൻ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കൺമുമ്പിൽ കണ്ട കാഴ്ചയാണ്. അതുമാത്രമല്ല, ഇതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ തയ്യാറായത് ഇവരെ വല്ലാതെ ചൊടിപ്പിച്ചു. അതിനൊപ്പം സൗദി അറേബ്യയുടെ ഒരു നിശബ്ദ സമ്മതം കൂടി ഈ മധ്യസ്ഥതയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് UAEയെ ചൊടിപ്പിച്ചു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ 5 പതിറ്റാണ്ടായി തങ്ങൾ നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒപെക് പോലെയുള്ള സംവിധാനത്തിന് ഒന്നും ചെയ്യാനായില്ല എന്നുള്ളത് ചില്ലറ പ്രശ്നങ്ങളല്ല അവിടെ ഉണ്ടായത്. വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതല്ല. ഇനി എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് UAE ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും. അതായത് ഇനി എങ്ങനെ എണ്ണ, നമുക്കറിയാം 3ാമത്തെ രാജ്യമാണ് എങ്കിൽ പോലും അതിനപ്പുറത്തുള്ള സംഭരണശേഷിയും വിതരണ ശൃംഖലയും ഒക്കെ UAEക്കുണ്ട്. എണ്ണ വിതരണ രംഗത്ത് പുതിയ മത്സരം വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഒപെക്കും UAE മത്സരിക്കുമ്പോൾ എണ്ണ വേണമെങ്കിൽ വില കുറച്ച് നൽകാം ലോകരാജ്യങ്ങൾക്ക്. അത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ എണ്ണ വിലയിൽ സംഭവിപ്പിക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് UAE എന്ന് ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ആത്യന്തിക ഗുണം ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എണ്ണ വിതരണ രംഗത്തെ സൗദിയുടെ അപ്രമാദിത്വം കുറയും. പാകിസ്ഥാനും സൗദിക്കും വലിയ തിരിച്ചടിയായി ഈ നില മാറുകയും ചെയ്യും. അജയ്, ഇത് നമുക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒപെക്കിൽ നിന്ന് 5 പതിറ്റാണ്ടത്തെ ബന്ധം ഉപേക്ഷിച്ച് ഇവർ പോവുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ 8 വരെയുള്ള വലിയൊരു കണക്കനുസരിച്ച്, ഈ സമയം വരെയുള്ള കണക്കനുസരിച്ച് ബലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകളൊക്കെ UAEയുടെ വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞതായൊക്കെയുള്ള കണക്കുണ്ട്. അങ്ങനെ വലിയ ആക്രമണം തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടും തങ്ങളെ സഹായിക്കാതിരുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള UAEയുടെ ഒരു തുറന്ന യുദ്ധമായി തന്നെ ഇതിനെ കാണാം.
രഞ്ജിത്ത്, നിലവിൽ UAE പിന്മാറ്റത്തെ പറ്റി നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഒപ്പക്കിൻ്റെ ഒരു നില അത് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പക്കിൻ്റെ ഒരു ശരിക്കുള്ള നേതാവായി കണക്കാക്കപ്പെടുന്നത് സൗദി അറേബ്യയാണ്. ലോകത്തിൽ തന്നെ എണ്ണവില നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു നിർണായക ശക്തിയാണ് ഈ പറയുന്ന സൗദി അറേബ്യ. അവർക്ക് വേണമെങ്കിൽ അവരുടെ ഉൽപ്പാദനം അത് ക്രമാതീതമായി ഉയർത്തിക്കൊണ്ട് ലോകത്തിലെ എണ്ണവില അത് ഒറ്റയടിക്ക് കുറയ്ക്കാനാകും, അല്ലെങ്കിൽ ഉൽപ്പാദനം കുറച്ചുകൊണ്ട് എണ്ണവില കൂട്ടാനുമാകും. അത്തരത്തിൽ ലോകത്തിലെ എണ്ണവിലയെ തന്നെ നിയന്ത്രിക്കുന്ന നിർണായകമായിട്ടുള്ള ഒരു സാമ്പത്തിക ഒരു നിർണായകമായിട്ടുള്ള ശക്തിയാണ് സൗദി അറേബ്യ. ഈ ഒപ്പക്കിൻ്റെയും ഒപ്പക് പ്ലസിനെയും എല്ലാം നയിക്കുന്നത് ഈ സൗദി അറേബ്യയാണ്. എന്നാൽ സൗദിയും UAEയും തമ്മിൽ നിരന്തരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. 2021 ഒപ്പക് പ്ലസിൽ തന്നെ ഈ സൗദി അറേബ്യക്കെതിരെ UAE ശക്തമായിട്ടുള്ള നിലപാടെടുത്ത അവസ്ഥയുണ്ടായിരുന്നു. അതായത് നിലവിൽ ഒപ്പക്കിലുള്ള തീരുമാനപ്രകാരം UAE ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ അളവെന്ന് പറയുന്നത് പ്രതിവർഷം 30 ലക്ഷം ബാരലാണ്. പക്ഷേ UAEക്ക് പ്രതിവർഷം ഏതാണ്ട് 40 ലക്ഷം ബാരലിന് മുകളിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ ഈ ഒപ്പക്കിലുള്ള തീരുമാനപ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില അതൊരു നിശ്ചിത അളവിൽ ഉയർത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ട് സൗദിയുടെ തീരുമാനപ്രകാരമാണ് UAE പ്രതിവർഷം 30 ബാരൽ ക്രൂഡ് ഓയിലായിട്ട് അവരുടെ എണ്ണ ഉൽപ്പാദനം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 2027ഓടുകൂടി ഏതാണ്ട് 50 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി അത് UAE കാലങ്ങളായി തന്നെ ആലോചിച്ച് വരികയായിരുന്നു. അതുകൊണ്ട് വർഷങ്ങളായി ഒപ്പക്കും UAEയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്നു. ഇതിനു മുൻപ് തന്നെ ഈ UAE ഒപ്പയ്ക്ക് വിടുമെന്നുള്ള പലതരം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതിന് ആക്കം കൂട്ടിയത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളാണ്. UAEയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഈ ഒരു ക്രൂഡ് ഓയിലിന്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ വിതരണമല്ല. മറ്റ് പല സാമ്പത്തിക മാർഗങ്ങളും UAE സംബന്ധിച്ചുണ്ട്. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇതല്ല സ്ഥിതി എന്ന് നമുക്ക് കാണാനാകും. സൗദിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ സാമ്പത്തിക മേഖല ആശ്രയിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിനെയാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ ഒരു പരിധിക്ക് മേൽ താഴേക്ക് വന്നാൽ അത് സൗദിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകും. പക്ഷേ UAE അവരുടെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ക്രൂഡ് ഓയിലിനെ അല്ലാത്തിടത്തോളം കാലം ഈ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ താഴേക്ക് വന്നാലും അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ലാത്ത ഒരു സ്ഥിതിയാണ്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 8 വരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഏതാണ്ട് 537 ബാലിസ്റ്റിക് മിസൈലുകളും 26 ക്രൂയിസ് മിസൈലുകളും ഏതാണ്ട് 2256 ഡ്രോണുകളും UAEയിൽ പതിച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒരു മൗനം പുലർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. UAEയിൽ നടന്നിട്ടുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ചത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണ് നമുക്ക് കാണാനാകും. ഇന്ത്യ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ആദ്യമായി ഒരു നിലപാടെടുത്തത് UAE ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണെന്നുള്ളത് നമ്മൾ അന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട രാജ്യമായിട്ടുള്ള തങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഒരു ഗൾഫ് നാടുകളും രംഗത്ത് വരാത്തത് UAE ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചു. മാത്രമല്ല മറ്റ് ഗൾഫ് നാടുകൾ പറയുന്നത് ചർച്ചയിലൂടെ ഒരു സമവായം ഉണ്ടാകണം, ഇറാനും അമേരിക്കയും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടാണ് മറ്റ് ഗൾഫ് നാടുകൾ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല ഈ ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാനും എതിർത്തിരുന്നു. പക്ഷേ ഇസ്രായേലിന് സമാനമായി ഇറാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു സമീപനം തന്നെയാണ് UAEയും എടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പശ്ചിമേഷ്യയിൽ UAE ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് നേരത്തെ തന്നെ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകളുടെ അത് ഒരു തോത് കൂടുകയും അങ്ങനെ ഇപ്പോൾ ഒറ്റയടിക്ക് പിന്മാറുന്ന ആ വലിയ തീരുമാനത്തിലേക്ക് അവർ എത്തുകയുമായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഇത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഒരു തീരുമാനമല്ല, വർഷങ്ങളായി അവർ അനുഭവിച്ചു വന്നിരുന്ന പലതരം പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഫലമെന്ന് പറയുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. UAEയുടെ അപ്രമാദിത്യം ഇനിയിപ്പോൾ ലോകത്തെ ഓയിൽ വിതരണ ശൃംഖലയിൽ കാണാം എന്നുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാറ്റം. ഒപെക്കിന്റെ ആധിപത്യം അവസാനിക്കുന്നു. ഏറ്റവും പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമായി UAE പിന്മാറുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.